7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. 71% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതിൽ വ്യാവസായിക നഗരമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എന്ന് പറയുമ്പോൾ UDF കേന്ദ്രങ്ങളെ വലിയ ആവേശത്തിലാക്കുകയാണ്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരവും ഗ്രാമീണ മേഖലയായ പത്തനംതിട്ടയും ഇടുക്കിയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ മന്ദത കാണിച്ചപ്പോൾ UDF കേന്ദ്രമായ എറണാകുളത്ത് വോട്ടിംഗ് ശതമാനം സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. 75% അവിടെ വോട്ട് നടന്നത്. പ്രധാനമായും 3 കോർപ്പറേഷനുകളാണ് ഇന്നലെ പോളിംഗ് ബൂത്തിൽ പോയത്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും. തിരുവനന്തപുരവും കൊല്ലവും കൊച്ചിയുമാണ് ആ 3 കോർപ്പറേഷനുകൾ. ഇത് 3ഉം ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷനുകളാണ്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ 2 എണ്ണം LDFന് നഷ്ടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കൊച്ചി വളരെ എളുപ്പത്തിൽ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ആകെയുള്ള 76 സീറ്റുകളിൽ ഏകദേശം 40 മുതൽ 45 സീറ്റുകൾ വരെ നേടി UDF കൊച്ചിയിൽ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അത് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ സമ്മതിക്കുന്നതുമാണ്. ചെറിയ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി ഇത്തവണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് അവിടെ കാവലിരുന്നാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കൊല്ലം നിലവിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അവർ തന്നെ ഇത്തവണ അധികാരം നിലനിർത്തുമെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. CPMന് അവിടെ നഷ്ടം, കോർപ്പറേഷൻ നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കണക്കുകളാണ് വരുന്നത്. പക്ഷേ UDFന്റെ ഒരു അതിശക്തമായ മുന്നേറ്റവും അവിടെ പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ചെറുത്ത് നിൽക്കാതെ കീഴടങ്ങാനൊന്നും ഇത്തവണ UDFന് കിട്ടില്ല എന്ന് കോൺഗ്രസിന് പുറമെ RSPയും അതിശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തൊഴിലാളികളുടെ ഇടയിൽ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നല്ല അടിയൊഴുക്കുണ്ടാകുമെന്നും വ്യക്തമാകുന്നു. എങ്കിലും കഷ്ടിച്ചാണെങ്കിലും LDF കൊല്ലത്ത് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ഇനി തലസ്ഥാന നഗരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും ആവേശകരമായ തരത്തിൽ ഇത്തവണ സംസ്ഥാനത്ത് തന്നെ ഒരു ഉറ്റുനോക്കുന്ന കേന്ദ്രമായി മാറിയത്. പ്രവചനാതീതമാണ് അവിടെ സാഹചര്യങ്ങൾ. ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുറപ്പാണ്. CPMന്റെ വോട്ടുകൾ വലിയ തോതിൽ മാറിപ്പോയിട്ടുണ്ടെന്നും അത് ഏത് പാർട്ടിയിലേക്കാണ് എന്നുള്ളത് വോട്ടെണ്ണി തുടങ്ങിയാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ തന്നെ പറയുന്നത്. CPMന്റെ ഭരണം, പ്രത്യേകിച്ച് പിണറായി വിരുദ്ധതയാണ് ഏറ്റവും അധികം പ്രതിഫലിച്ചിരിക്കുന്നത്. പിണറായി ഭരണം ഇവിടുന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ പാർട്ടി തന്നെ ഉണ്ടാകില്ല എന്ന പ്രവർത്തകരുടെ വികാരമാണ് അവസാന നിമിഷം തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചത്. അങ്ങനെയുള്ളവർ BJPയെയും കോൺഗ്രസിനെയും ഏതിനെ വേണമെങ്കിലും ആശ്രയിക്കാം എന്നിരിക്കെ CPMന്റെ സീറ്റുകൾ താഴോട്ട് പോകും എന്ന് ഉറപ്പാണ്. പക്ഷേ സീറ്റുകളൊക്കെ താഴോട്ട് പോകുമെന്ന് മുൻപേ കരുതിയ BJPക്ക് ഒരു ജീവൻ വച്ചതുപോലെയുണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ. എങ്കിലും ഒറ്റയ്ക്ക് ഭരണത്തിലേറുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുമില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസ്. 2020 വെറും 10 സീറ്റ് മാത്രമാണ് അവിടെ കിട്ടിയത്. വാർഡുകളുടെ പുനർനിർണയത്തോടെ അത് 7 സിറ്റിംഗ് വാർഡുകൾ മാത്രമായി കോൺഗ്രസിന് മാറി. അതിൽ നിന്നും എങ്ങനെ പോയാലും ഇത്തവണ 30ന് മുകളിൽ 35 സീറ്റുകളിലൊക്കെ കോൺഗ്രസ് അഥവാ UDF എത്തുമെന്ന കണക്കുകൾ വളരെ വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. ആകെയുള്ള 101 സീറ്റുകളിൽ 3 മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നാൽ വലിയ രാഷ്ട്രീയ നാടകത്തിനായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏതായാലും കയ്യിലുള്ള 3 കോർപ്പറേഷനുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 3ൽ 2ഉം കൈവിടുമെന്ന് ഉറപ്പിക്കുകയാണ് CPM കേന്ദ്രങ്ങൾ തന്നെ. അത് ശബരിമല സ്വർണ്ണമോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അതിശക്തമായ ഭരണവിരുദ്ധ വികാരങ്ങളും തന്നെയാണ് എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്.